ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ ആത്മാക്കൾ ഭൂമിയിലെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമ്മളുടെ തിരുസഭയിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനം ലഭിച്ചിട്ടുള്ള, പ്രത്യക്ഷീകരണം ലഭിച്ചിട്ടുള്ള, സന്ദർശനം ലഭിച്ചിട്ടുള്ള അനേകം വിശുദ്ധരെ ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇന്നും ശുദ്ധീകരണ ആത്മാക്കളുടെ വിസിറ്റിംഗ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രത്യക്ഷീകരണം ലഭിച്ചിട്ടുള്ളത് സന്യസ്തർക്കും വിശുദ്ധർക്കും മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ സഭയിലെ സാധാരണ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസിക്ക് പോലും ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനവും ലഭിച്ച് ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവ നിയോഗം ലഭിച്ചിട്ടുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾക്കുള്ളൊരു ആഗ്രഹമാണ്, ഒരിക്കലെങ്കിലും എനിക്കും ശുദ്ധീകരണ ആത്മാക്കളെ ജീവിത കാലഘട്ടത്തിലൊന്ന് നേരിട്ട് കാണണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നേരിട്ട് കണ്ട് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു വരം ലഭിക്കണമെന്നൊക്കെ ഒത്തിരി മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടുന്ന മാനദണ്ഡം എന്താണ്? എങ്ങനെയാണ് അത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളെ നേരിട്ട് കാണുവാൻ സാധിക്കുക? ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെച്ച് പോകുന്ന കാര്യം, ഇതിക്ക് മുമ്പ് നമ്മളുടെ തിരുസഭയിൽ ലഭിച്ചിട്ടുള്ള ശുദ്ധീകരണ ആത്മാക്കളുടെ സന്ദർശനം ലഭിച്ച വിശുദ്ധരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ നമ്മളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾ സാധ്യതകൾ ഏറും. ഇത്തരം സാധ്യതകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ വർദ്ധിക്കും. ആ സാധ്യതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവെച്ചു പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഈസ് നോയൽ. പറിദീസ 2.0. ശുദ്ധീകരണ ആത്മാക്കളെ നേരിൽ കാണുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാവരമാണ്. നമ്മളുടെ തിരുസഭയിൽ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു വരമല്ല ഈ ശുദ്ധീകരണ ആത്മാക്കളെ നേരിട്ട് കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു വരം ലഭിച്ചിട്ടുള്ളത്. തിരുസഭയിൽ ഉണ്ടായിരുന്ന നമ്മളുടെ പാദ്രിയോപ്പിയോ അല്ലെങ്കിൽ എവുപ്രാസ്യാമ്മ, മറിയം ത്രേസ്യ, കുറച്ചധികം 7 പേരെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 7 പേരെ കൂടാതെ അനേകം വ്യക്തികൾക്ക് വേറെയും പ്രത്യക്ഷീകരണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത്തരം പ്രത്യക്ഷീകരണം ഇവർക്ക് ലഭിക്കുവാൻ കാരണമെന്ന് പറയുന്നത് ദൈവം ഇവർക്ക് വേണ്ടി അനുവദിച്ച് നൽകിയ ഇത്തരം ഒരു മഹാവരം തന്നെയാണ്. ഈ ഒരു മഹാവരം ഇവർക്ക് ലഭിക്കുന്നതിന് ഇവരെ സഹായിച്ച, ഇവരുടെ ജീവിതത്തിൽ ഇവർ ക്രമപ്പെടുത്തിയ ചില സവിശേഷ ക്രമങ്ങളുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെച്ച് പോകുന്നത്. ശുദ്ധീകരണ ആത്മാക്കളെ നേരിട്ട് കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനും വേണ്ടി ദൈവം ഇത്തരത്തിൽ സെലക്ട് ചെയ്ത ആളുകൾക്ക് ദൈവം കൊടുത്ത ഈ ഒരു മഹാവരം അവർക്ക് ലഭിക്കുവാൻ കാരണമായതിന് ചില കാര്യങ്ങളെന്ന് പറയുന്നത്, അവർക്ക് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവിത കാലഘട്ടത്തിൽ അവർ ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ വലിയ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുകയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു എഫേർട്ട് അതിൻ്റെ പിന്നിൽ അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിത സമയങ്ങളിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവരെ സഹായിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുകയും സദാസമയം അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവരെ സഹായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രത്യക്ഷീകരണം ലഭിച്ച ചിലരെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാനായിട്ടുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. മരിയ സിമ്മ എന്ന് പറയുന്ന ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനങ്ങൾ അടിക്കടി ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ ഒരു ശുദ്ധീകരണ ആത്മാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ചോദിച്ചു, എനിക്ക് വേണ്ടിയിട്ടൊരു 3 മണിക്കൂർ സഹിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മരിയ സിമ്മയോട് ആവശ്യപ്പെട്ട ശുദ്ധീകരണ ആത്മാവിന് വേണ്ടിയിട്ട് 3 മണിക്കൂർ നേരത്തേക്കല്ലേ ഉള്ളൂ, ഞാൻ അത് സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മരിയ സിമ്മ 3 മണിക്കൂർ നേരത്തെ സഹനം തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു. എന്നാൽ മരിയ സിമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, 3 മണിക്കൂർ എന്ന് പറയുന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന അത്ര അധികം വേദന നിറഞ്ഞതായിരുന്നു. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, ശരീരത്തിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത അത്ര വിധം വേദനയാണ് ആ ഒരു 3 മണിക്കൂർ കടന്നുപോയത്. ഈ 3 മണിക്കൂറിന് ശേഷം ഒരു ശുദ്ധീകരണ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് 3 മണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ചതിൻ്റെ പേരിൽ 20 വർഷത്തെ ഇളവ് എനിക്ക് എൻ്റെ ശുദ്ധീകരണത്തിന് ലഭിച്ചു. അതായത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും എടുക്കുവാനായിട്ടുള്ള മനസ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു ശുദ്ധീകരണ ആത്മാക്കൾക്ക് എന്തും ചെയ്യുവാനായിട്ടുള്ള മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ നമുക്കൊരു ആഗ്രഹം വരുള്ളൂ. ആഴമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. അതായത്
ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറയുന്നത് അവർ ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ആത്മാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഉള്ളവർക്ക്, അധികം വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കൂ എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ആ വിശുദ്ധിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ ആഴമായ വിശുദ്ധിയുള്ള വ്യക്തികൾക്ക് അവർക്കറിയാൻ സാധിക്കും. അത്തരം വ്യക്തികളെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം അത്തരം വിശുദ്ധിയിലുള്ള വ്യക്തികൾക്ക്, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവരെ സഹായിക്കുവാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സഹായിക്കുവാൻ എളുപ്പമുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന വ്യക്തികൾക്ക് ഇവരുടെ സന്ദർശനം ലഭിക്കുവാനുള്ള സാധ്യത ഈ ശുദ്ധീകരണ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. തികഞ്ഞ എളിമ, അതായത് എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീണു പോകുവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപമേഖലയാണ്. എത്രയൊക്കെ നമ്മളെ ക്രമീകരിച്ചാലും നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും എളിമപ്പെടാൻ പറ്റാത്തൊരവസ്ഥ കടന്നുകൂടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുമാത്രമല്ല, ക്ഷമിക്കാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈശോ നമ്മളെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പോലും ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഈ ക്ഷമയുടെ മേഖലയും എളിമയുടെ മേഖലയും വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. കാരണം പല ശുദ്ധീകരണ ആത്മാക്കളും ശുദ്ധീകരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിന് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഭൂമിയിലായിരുന്നപ്പോൾ അവർ ക്ഷമിക്കാതെ വെച്ചിരുന്ന ചില കാര്യങ്ങളാണ്, എളിമപ്പെടാൻ പറ്റാതെ പോയ ചില വിഷയങ്ങളാണ്. ഇത്തരത്തിൽ ഈ ഒരു കാര്യം നിറവേറ്റുവാൻ ഭൂമിയിൽ അത്തരത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധ പുലർത്തും എന്നുള്ളതാണ്. നിറഞ്ഞ മൗനം, അതായത് അനാവശ്യ കാര്യങ്ങളിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ടും നാവിനെ നിയന്ത്രിക്കുവാനായിട്ടും ഒക്കെ പരിശീലിക്കുന്ന ചില വ്യക്തികളെ, ചില വിശുദ്ധരെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ ശുദ്ധീകരണ ആത്മാക്കളിലെ ദർശനം ലഭിച്ചിരിക്കുന്ന വ്യക്തികളെ സമയം അവർ സദാസമയം അവർ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് തികഞ്ഞ മൗനം അവലംബിക്കുവാൻ അവർ സദാ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നാവ് കൊണ്ട് പോലും ഒരു വീഴ്ച വന്ന് പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കഴിയുന്നത്ര നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് തികഞ്ഞ മൗനത്തിൽ അവർക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇങ്ങനെ നാവിനെ നിയന്ത്രിക്കുന്നത് വഴി തങ്ങളുടെ വിശുദ്ധീകരണം കൂടുകയും അതുകൂടാതെ ഈ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുവാനായിട്ടുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുവാനും. ശാന്ത സ്വഭാവം, അതായത് അനാവശ്യ കാര്യങ്ങളിൽ ദേഷ്യപ്പെടാതെ, അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ തലയിടാതെ കൂടുതൽ സമയം ശാന്തമായി പെരുമാറുന്ന വിധത്തിലേക്ക് അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ ഇത്തരം വിശുദ്ധർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അവർക്ക് വന്നു പോയിട്ടുള്ള ഭയങ്കര വലിയ വീഴ്ചകൾ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ചില ദേഷ്യപ്പെടൽ വഴി ഉണ്ടായ, അതായത് പെട്ടെന്നൊരു പൊട്ടിത്തെറിയിൽ ഉണ്ടാകുന്ന ചില കൊലപാതകങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ദേഷ്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ നിയന്ത്രിക്കുവാൻ പരിശീലിക്കുന്ന അനേകം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് ഇത്തരം ദേഷ്യപ്പെടലുകളെ വരുന്ന സമയങ്ങൾ അവർ സ്വയം തങ്ങളെ തന്നെ നിയന്ത്രിച്ച് അത് കാഴ്ചവെച്ച് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുമായിരുന്നു. ഇത്തരം ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുവാൻ ഇങ്ങനെ മനസ്സ് കാണിക്കുന്നത് വഴിയും ഇവർക്ക് ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് പ്രാർത്ഥന. ശക്തമായ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ആത്മാക്കളുടെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാക്കളെ സഹായിക്കുവാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. ശക്തമായ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ടാകും. ഇത്തരം നമ്മളുടെ വിശുദ്ധരെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശുദ്ധരെല്ലാവരും തന്നെയും പ്രാർത്ഥിക്കുന്നതിനും, ഈ വിശുദ്ധർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ദർശനം ലഭിച്ചിട്ടുള്ള ആത്മായരുണ്ട്, നമ്മളുടെ സഭയിലെ പുരോഹിതരുണ്ട്, സന്യസ്തരുണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ അനേകം പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് വേണ്ടിയും അനേകം പ്രാർത്ഥന അനുവർത്തിക്കുന്നതിന് വേണ്ടിയും കൂദാശകളിലൂടെയുള്ള ജീവിതം കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂദാശകളിലുള്ള ജീവിതം, അടിക്കടിയുള്ള കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, ഇത്തരം കൂദാശകളിലൂടെയുള്ള ജീവിതം അനേകം വിശുദ്ധരെ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ലോകത്തിൽ നിന്നുള്ള ഒരു വേർപാടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്.
ശുദ്ധീകരണ ആത്മാക്കളിലെ വിസിറ്റിംഗ് ലഭിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും തല ഇട്ട് അതിൻ്റെ അകത്തേക്ക് ചെന്ന് കയറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുക ഇല്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണ സ്ഥലത്ത് നിന്നൊരു ആത്മാവ് തങ്ങളെ കാണുവാൻ വന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന റിയാലിറ്റിയെ അവർ കൂടുതൽ ഉൾക്കൊള്ളുവാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മരണശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും മരണശേഷം തങ്ങൾ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ് എന്നുള്ളതും അതിനുശേഷം ഒരു നിത്യജീവിതം ഉണ്ട് എന്നുള്ളതും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള തലയിടലുകൾ ഒഴിവാക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ നിന്നൊരു വേർപെട്ട ജീവിതമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം പണിതുയർത്തുവാൻ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു കഴിവാണ്. അതായത് ഒരു ശുദ്ധീകരണ ആത്മാവിൻ്റെ ഒരു വിസിറ്റിംഗ് ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് ശുദ്ധീകരണ ആത്മാക്കളെ കാണാൻ കഴിഞ്ഞു കേട്ടോ, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിലേക്കല്ല. ഈ ആത്മാക്കളെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടത് പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളിലേക്ക് ആ ഒരു വിശുദ്ധി, ഇപ്പോൾ നോക്കിക്കേ, നമ്മളുടെ തിരുസഭയിൽ ഉണ്ടായിരുന്ന അനേകം വിശുദ്ധർക്ക് അവർ മരിച്ച് കുറേ നാളുകൾക്കൊക്കെ ശേഷമാണ് കുറേ അധികം വ്യക്തികൾ, കുറേ അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുവാൻ സാധിച്ചത്. അത്തരത്തിൽ ഇവരിതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ശുദ്ധീകരണ ആത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു, ഞാൻ ഭയങ്കര എന്തോ സംഭവമാണ് എന്നുള്ള രീതിക്ക് നമ്മളെ തന്നെ പൊക്കുന്ന വിധത്തിലേക്കൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ ഒരു ഗിഫ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്ന സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനം ലഭിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും ചെയ്തിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് കഴിയുന്നതും അറിയേണ്ടവർ മാത്രം അറിയിക്കുവാനായിട്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയേണ്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും അവർ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് പോലെ അത് പിന്നീട് അറിയുവാനായിട്ട് ദൈവം തന്നെ ഇടയാക്കിയിട്ടുമുണ്ട്. വിശുദ്ധരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് ഇത്തരം ആളുകളുടെ ജീവിത രീതികളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സവിശേഷതകളൊക്കെ കാണുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ പോലും ഒരു പക്ഷേ ദൈവനിശ്ചയമില്ലാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണം പല ശുദ്ധീകരണ ആത്മാക്കളും ഓരോ വ്യക്തികൾക്കും അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ആത്മാക്കൾ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം അനുവദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്നുള്ളത്. ശുദ്ധീകരണ ആത്മാക്കളെ നേരിട്ട് കണ്ടിരിക്കുന്ന ഈ വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ സവിശേഷതകളെല്ലാം അതൊരു ഭാഗം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ ദൈവം അനുവദിക്കണം. ദൈവിക അനുവാദം സംഭവിക്കുമ്പോൾ ഇതെല്ലാം പിന്നീട് കോർത്തിണങ്ങി വരുന്ന കാര്യമാണ്. ദൈവം ഇത്തരത്തിൽ അനുവാദം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം ഒന്നും ഉണ്ടാകാനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തണം. ഈ ശുദ്ധീകരണ ആത്മാക്കളുടെ വിസിറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ആളുകൾക്കെല്ലാം തികഞ്ഞ പൂർണ്ണ വിശുദ്ധർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അവരുടേതായ കുറവുകളല്ല അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും അവർ നിരന്തരം ഈ ആത്മാക്കളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സാന്നിധ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശുദ്ധീകരണ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുവാദം കൊടുക്കുകയാണ്, അവരുടെ അടുത്ത് പ്രാർത്ഥന പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് ഒരു ആത്മാവിനെ വരണമെങ്കിൽ നമ്മൾക്ക് ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് ആ പ്രാർത്ഥനയുടെ ജീവിത അന്തരീക്ഷവും നമ്മളുടെ കയ്യിൽ പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ സഹായിക്കുവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ദൈവിക നിശ്ചയം എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് ഒരു ശുദ്ധീകരണ ആത്മാവ് ഒരു ഭൂമിയിലെ ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെടുകയും പ്രാർത്ഥന യാചിക്കുകയും ചെയ്യുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.